ഇസ്രായേലിൽ നിന്ന് പുതിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനകത്ത് വളരെ പരമപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. വാർത്ത പുറത്തുവിട്ട് അസോസിയേറ്റഡ് പ്രസ് ആണ്. വാർത്ത ഇതാണ്: വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കൈയേറിയിട്ടുള്ള മേഖലകളിൽ 19ഓളം പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കാൻ ഇസ്രായേലിലെ മന്ത്രാലയത്തിന് തീരുമാനമായി എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. വെസ്റ്റ് ബാങ്കിലെ മേഖല പാലസ്തീൻ അവരുടെ തുടർച്ചയായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അവിടെ ഇപ്പോൾ 19ഓളം പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി ഇക്കാര്യം എക്സിലൂടെയാണ് അസോസിയേറ്റഡ് പ്രസ് ഇതിനെക്കുറിച്ച് വാർത്ത നൽകിയിട്ടുകൊണ്ട്. വളരെ സുപ്രധാനമായ കാര്യമാണ്. കഴിഞ്ഞ മാസം മുമ്പായിട്ടാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പാലസ്തീൻ സമാധാന കരാർ ഉണ്ടായത്. ആ സമാധാന കരാറിന് നീക്കങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകുന്നതാണെന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി ഇപ്പോൾ തുടർച്ചയായി പറയുന്നുണ്ട്. പക്ഷേ വ്യക്തത നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ മറ്റൊരു നീക്കമാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. യുദ്ധമില്ലാതെ, പോരാട്ടമില്ലാതെ ഇസ്രായേൽ പാലസ്തീനെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു നീക്കമാണെന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. ഈ 19 സെറ്റിൽമെന്റുകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രമെന്ന പലസ്തീന്റെ സ്വപ്നത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. അത് മാത്രമല്ല, അങ്ങോട്ട് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന വ്യക്തമായ അമേരിക്ക മുന്നോട്ട് വെച്ച തീരുമാനത്തിനും വലിയ തിരിച്ചടിയാണിത്. പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ അറിയപ്പെടാൻ ഒരു കാരണവശാലും പറ്റത്തില്ലെന്ന് തീരുമാനിക്കപ്പെടുന്ന പോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വാർത്ത ഇത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിങ്ങനെയാണ്: ഇസ്രായേൽ ക്യാബിനറ്റ് ഓക്കേസ് 19 ന്യൂ സെറ്റിൽമെന്റ്സ് ഇൻ വെസ്റ്റ് ബാങ്ക് ഡാഷിംഗ് ഹോപ്സ് ഓഫ് പലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ്. പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്ന സ്വപ്നത്തിനെ തകർത്തുകൊണ്ട് 19ഓളം പുതിയ സെറ്റിൽമെന്റുകൾക്ക് വെസ്റ്റ് ബാങ്കിൽ അനുമതി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബെത്സലേൽ സ്മോട്രിച്ച് ആണ് ഈ കാര്യം എക്സിലൂടെ പരസ്യമായി പറഞ്ഞത്. അവർ വെളിപ്പെടുത്തിയത് 2005 ഡിസെൻഗേജ്മെന്റ് പ്ലാനിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും സെറ്റിൽമെന്റുകൾ ഇസ്രായേൽ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പലസ്തീൻ തങ്ങളുടെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് കൂടുതൽ ജൂതന്മാരെ എത്തിച്ചിട്ടുണ്ട്. അത് തങ്ങളുടെ പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ബുദ്ധിപൂർവമായ നീക്കമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹമാസുമായിട്ട് യുദ്ധം ചെയ്തതിനേക്കാൾ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമായിരിക്കും. സമാധാനപൂർവ്വമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും. അതിനെ അങ്ങോട്ട് ആളെത്തുമ്പോഴത്തേക്ക് തങ്ങളുടെ പ്രദേശമായി മാറിക്കഴിഞ്ഞു, അവിടുന്ന് പിന്നെ ഇറക്കി വിടാൻ സാധിക്കത്തുമില്ലെന്ന് സുപ്രധാനമായ ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹമാസിനെ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ ശക്തികളെ ഒറ്റ നൊടിക്കുള്ളിൽ സമാധാനപൂർവ്വമായിട്ട് തകർക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇസ്രായേലിന്റെ സംഘടനകൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആന്റി സെറ്റിൽമെന്റ് വാച്ച്ഡോഗ് ആയിട്ടുള്ള പീസ് നോ ഇതിനെക്കുറിച്ച് നിലപാട് പറയുന്നുണ്ട്. 2010 ശേഷമുള്ള ഏറ്റവും വലിയ അധിനിവേശം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അത് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലെ പുതിയ വെടിനിർത്തൽ കരാറിനും അമേരിക്ക മധ്യസ്ഥ വഹിച്ച വെടിനിർത്തൽ കരാറിനും വിരുദ്ധമായിട്ടുള്ള തീരുമാനമാണെന്ന് പീസ് നോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ധനകാര്യമന്ത്രി ഇക്കാര്യം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയ കൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, 1967 യുദ്ധത്തിന്റെ സമയത്താണ് ഗാസയിലെ സ്ട്രിപ്പും പിന്നെ വെസ്റ്റ് ബാങ്കും പിന്നെ ഈസ്റ്റ് ജെറുസലേമും ഇസ്രായേൽ പാലസ്തീന്റെ കയ്യിൽ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നെ വ്യക്തമായിട്ട് സെറ്റിൽമെന്റിലൂടെ ആളുകൾ അവിടെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ജെറുസലേം ഇപ്പോൾ തന്നെ 6 ലക്ഷത്തോളം ജൂതന്മാരുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 5 ലക്ഷത്തോളം ജൂതന്മാരുണ്ട്. അവരെ വ്യക്തമായിട്ട് അവിടെ സെറ്റിൽ ചെയ്യിപ്പിച്ച് അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരുമാതിരി വ്യക്തമായി പറയുകയാണെങ്കിൽ യുദ്ധം ചെയ്യാതെയുള്ള യുദ്ധവിജയമാണെന്ന് എടുത്ത് തന്നെ പറയാം. യുദ്ധം ചെയ്യാതെ ഇസ്രായേൽ പലസ്തീന്റെ മേൽ അതിശയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അധിനിവേശമെന്നോ കയ്യേറ്റമെന്നോ ചൂണ്ടിക്കാട്ടാമെങ്കിലും ഇസ്രായേൽ വ്യക്തമായിട്ട് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ പലസ്തീൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല. ഹമാസ് ആണെങ്കിൽ തുടർച്ചയായിട്ട് യുദ്ധം എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുള്ളത്. പരസ്യമായിട്ട് ഇസ്രായേൽ സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു മന്ത്രി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിശ്വസിക്കാൻ ആവശ്യമില്ല. വ്യക്തമായിട്ട് 19 പുതിയ സെറ്റിൽമെന്റുകൾ വെസ്റ്റ് ബാങ്കിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇസ്രായേൽ. അത് പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രമെന്ന സ്വപ്നത്തെ തകർക്കുന്നതായിരിക്കും.